കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള ഹജ്ജ് യാത്രാ നിരക്ക് വർദ്ധിപ്പിച്ചതിൽ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചു മന്ത്രി വി അബ്ദുറഹ്മാൻ. നിരക്ക് വർധന കൊള്ളയാണെന്നും അനീതിയാണെന്നും മന്ത്രി അബ്ദുറഹ്മാൻ 24 പറഞ്ഞു. ഹജ്ജ് സർവീസ് നടത്തുന്ന എയർ ഇന്ത്യയ്ക്കും പരാതി നൽകിയതായി മന്ത്രി വ്യക്തമാക്കി. കണ്ണൂരിലും അതോടൊപ്പം തന്നെ കൊച്ചിയിലും ഉള്ള ഫ്ലൈറ്റ് ചാർജിനേക്കാൾ 39,000 രൂപ അധികമാണ് ഈ ഒരു സെക്ടറിൽ ചാർജ് ചെയ്തിട്ടുള്ളത്. ഇത് വലിയ അനീതിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കേന്ദ്ര വ്യോമയാന വകുപ്പ് മന്ത്രിക്കും അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ കാര്യ വകുപ്പ് മന്ത്രിക്കും ഒക്കെ തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകിയിട്ടുണ്ട്. എയർ ഇന്ത്യ മാനേജ്മെൻറ്റിന് നമ്മൾ പ്രത്യേകം ഒരു പരാതി ഇപ്പോൾ തയ്യാറാക്കി അയച്ചിട്ടുണ്ട്. മലപ്പുറത്ത് നിന്ന് സമീർ ബിൻ കരീം നമുക്കൊപ്പം ചേരുന്നു. സമീർ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് മന്ത്രി പറയുന്നത്? കാരണം എയർ ഇന്ത്യ പോലുള്ള പ്രധാനപ്പെട്ട ഫ്ലൈറ്റുകൾ ഇപ്പോൾ എയർ ഇന്ത്യക്ക് സംഭവിച്ചിരിക്കുന്ന നല്ലൊരു മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ വിദേശ ഫ്ലൈറ്റുകളൊക്കെ നല്ല ക്വാളിറ്റി ആയിട്ടുണ്ട്, പ്രത്യേകിച്ചും അമേരിക്കയിലേക്ക് പോകുന്ന ഫ്ലൈറ്റുകൾ. അപ്പോൾ ഈ സമയത്ത് എയർ ഇന്ത്യ ജനങ്ങളെ വെറുപ്പിക്കാതെ ഈ നിരക്കൊക്കെ ഒന്ന് കുറച്ച് ന്യായമാക്കണം, പറയും. എസ്കെഎന്റെ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ നിരക്കുമായി ബന്ധപ്പെട്ട നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ നിലവിൽ കേന്ദ്ര സർക്കാരിനെയാണ് സമീപിച്ചിരിക്കുന്നത്. ഹജ്ജ് വഖഫ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിലവിൽ കേന്ദ്ര വ്യോമയാന മന്ത്രി അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി എന്നിവർക്ക് നിലവിൽ പരാതി നൽകിയിരിക്കുകയാണ്. ഈ ഹജ്ജ് യാത്രാ നിരക്ക് കൊള്ളയാണെന്നും അനീതിയാണെന്നും ഈ നിരക്ക് വർധന പിൻവലിക്കണമെന്നുള്ളതുമാണ്. അതുമായി ബന്ധപ്പെട്ട ഇടപെടൽ വേണമെന്നാവശ്യപ്പെട്ടാണ് ഈ മന്ത്രി പരാതി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഹജ്ജ് സർവീസ് നടത്തുന്ന എയർ ഇന്ത്യ അധികൃതർക്കും നിലവിൽ മന്ത്രി പരാതി നൽകിയിട്ടുണ്ട്. ഈ നിരക്ക് നിശ്ചയിച്ച നടപടി പുനഃപരിശോധിക്കണമെന്നാണ് ഈ പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതോടൊപ്പം തന്നെ ഈ ഒരു സാഹചര്യത്തിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ നേരിട്ട് കേന്ദ്ര വ്യോമയാന മന്ത്രിയെ അടുത്ത ആഴ്ച തന്നെ മന്ത്രി നേരിട്ട് കാണുമെന്നുള്ളതാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. കരിപ്പൂരിൽ നിന്നുള്ള യാത്രാ നിരക്ക് വർധന ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും അത് തീർത്ഥാടകരോടും യാത്രക്കാരോടുമുള്ള അനീതിയാണെന്നും ഈ സീസൺ അനുസരിച്ചുള്ള കൊള്ള വിമാന കമ്പനികളുടെ സ്ഥിരം പരിപാടിയാണെന്നും ഈ മന്ത്രി വി അബ്ദുറഹ്മാൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയും തങ്ങളാൽ കഴിയുന്ന എല്ലാ തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നുണ്ട് എന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ 24 വ്യക്തമാക്കിയിരുന്നു. ഇന്ന് രാവിലെയാണ് ഈ ഹജ്ജ് യാത്രാ നിരക്ക് വർധനയുമായി ബന്ധപ്പെട്ട വാർത്ത 24 പുറത്തുവിടുന്നത്. കരിപ്പൂർ വിമാനത്താവളം വഴി ഹജ്ജിന് പോകുന്ന യാത്രക്കാർ ഹജ്ജ് കമ്മിറ്റി മുഖേനയുള്ള യാത്രക്കാർക്കാണ് 1,25,000 രൂപയാണ് ഒരു യാത്രക്കാരൻ നൽകേണ്ടത്. എന്നാൽ കൊച്ചിയിൽ നിന്നാകട്ടെ 86,000 രൂപയും കണ്ണൂരിൽ നിന്ന് 87,000 രൂപയുമാണ് യാത്രക്കാർ നൽകേണ്ടത്. മറ്റു വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച് 39,000 രൂപയാണ് കരിപ്പൂരിൽ നിന്ന് പോകുന്ന ഓരോ തീർത്ഥാടകനും അധികമായി നൽകേണ്ടത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ യാത്രക്കാർ തീർത്ഥാടനത്തിന് പോകുന്നതും കരിപ്പൂർ വിമാനത്താവളം വഴിയാണ്. കരിപ്പൂരിൽ നിന്ന് 5,755 പേർ പോകുമ്പോൾ കണ്ണൂരിൽ നിന്ന് 4,026 പേരും കൊച്ചിയിൽ നിന്ന് 5,422 പേരുമാണ് ഹജ്ജിനായി പോകുന്നത്. അങ്ങനെ ഏറ്റവും കൂടുതൽ യാത്രക്കാർ പോകുന്ന കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് തന്നെ ഇത്രയും വലിയൊരു നിരക്കുണ്ടാകുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. അതോടൊപ്പം തന്നെ കരിപ്പൂർ ഹജ്ജ് ഹൗസ് ഉൾപ്പെടെ നിലനിൽക്കുന്നതും കരിപ്പൂർ വിമാനത്താവളത്തിലാണ്. കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ ഹജ്ജ് യാത്രാ നിരക്ക് വർദ്ധിച്ച സമയത്ത് സമരമെല്ലാം ഉണ്ടായ സാഹചര്യത്തിൽ അല്പം നിരക്ക് കുറച്ചിരുന്നെങ്കിലും എന്നാലും കൂടിയ നിരക്കാണ് നിലവിലുള്ളത്. എസ്കെൻ. ഓക്കെ, സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. നിരക്ക് കുറയട്ടെ, ഹജ്ജ് തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കട്ടെ. ശ്രീകുമാർ മേനോൻ ചോദിക്കുന്നു, കാട്ടിൽ കൂടി വണ്ടി ഓടിച്ചു പോയിട്ട് ആന വരാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും എന്ന് ചോദിക്കുന്നു. അവിടെ ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥ കൂടെ മനസ്സിലാക്കണം കേട്ടോ.